അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എന്നെ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരികയാണ് ഗൈസ്. വേണ്ട, എനിക്കൊരു മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നി, എനിക്ക് ഇട്ട് ഭയങ്കരമായിട്ട് ലസ്റ്റം ചെയ്യണമെന്ന് എനിക്കില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇങ്ങനെ ടെൻഷനില്ല എനിക്ക്. ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇങ്ങനെ പതിവാൻ എനിക്ക് ഇച്ചിരി നാണം വരണേ ഇങ്ങനെ അങ്ങനെയാണ്. എല്ലാവരും നിരന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോഴേ നമുക്കൊരു പേടി വിറയിലൊക്കെ വരും. ഓക്കെ ഫൈൻ. ഓക്കെ, ഇത് എന്തൊരു ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എന്നെ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരികയാണ് ഗൈസ്. ആക്ച്വലി ഇതൊരു പെണ്ണ് കാണില്ല, ബിക്കോസ് അവരെന്നെ മുന്നേ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഞാനും അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു ചെറിയൊരു ഫാമിലി മീറ്റപ്പ്, എല്ലാവരും കൂടെ ഒന്ന് കാണാനും വട്ടം കൂടിയിരുന്ന് സംസാരിക്കാനും കത്ത് പറയാനും ഉള്ളൊരു സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ മേക്കപ്പിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഭയങ്കര ഓവർ ആക്കി ചളമാക്കുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഓവറിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ വിത്തിൻ ഒരു 1.5 മണിക്കൂറിൽ അവരിവിടെ എത്തും. അതിന് മുമ്പുള്ള എനിക്കൊരു 15-20 മിനിറ്റിൽ മേക്കപ്പ് അങ്ങ് ചെയ്ത് തീർക്കണം, അത്രേ ഉള്ളൂ ഗൈസ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഭയങ്കര അടിപൊളിയാണ്. സീരിയസ്ലി നിങ്ങൾക്കൊരു കല്യാണം എന്തുണ്ടെങ്കിലും എന്തിനും ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഒരു ക്ലാസ് ഫീൽ ചെയ്യുന്ന, വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ട് ക്ലാസ് ഫീൽ ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ പറയാം, ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തു, മോയ്സ്ചറൈസറും സൺസ്ക്രീനും രണ്ടും കൂടെ ഒന്ന് വരണ ഒരു ക്രീം ഇട്ടു. ആൻഡ് നെക്സ്റ്റ് അതിന് ശേഷം ഞാൻ ഈ ഡോക്ടർ ആൽത്തിയുടെ 345 റിലീഫ് ക്രീം മിസ്റ്റ് ആണ്. ഇതിന്റെ ക്രീമിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് റിലീഫ് ക്രീം മിസ്റ്റ് ആണ്. അത് ജസ്റ്റ് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര റിലാക്സേഷൻ കിട്ടും. ആൻഡ് ഓൾസോ ഒരു പ്രൈമറിന്റെ ആവശ്യമില്ല, ഭയങ്കരമായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കും. ഓക്കെ, നെയിൽസ് ഇത് കണ്ട, ഇത് ഞാൻ ഫേക്ക് നെയിൽസ് ഞാൻ വീട്ടിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് ഇതെല്ലാം കൂടെ ഒട്ടിച്ച് വെച്ചതാണ്. കുറച്ച് നേരമായി ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട്, പക്ഷെ എനിക്കിത് ഒരു കംഫർട്ടബിൾ അല്ല എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പേടി, ഒടിഞ്ഞു പോകുന്നൊരു പേടിയുണ്ട്. പക്ഷെ എനിക്ക് ഈ വൈറ്റ് നെയിൽസ് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉടനെ താര ചേച്ചിയുടെ അടുത്ത് പോയി സെയിം വൈറ്റ് നെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇത് എന്താ വെച്ചാല് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ബഫ് ചെയ്യാനുള്ള സാധനമില്ല, അപ്പം ഇത് സ്മൂത്ത് അല്ല. അതുകൊണ്ട് ഞാൻ ഇളക്കി കളയും, മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഇളക്കി കളയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെച്ചിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ, പക്ഷെ ഒട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഈ സാധനം ഇതാണ്ട് ഈ ഡ്രസ്സിലൊക്കെ കയറി കൊള്ളുമ്പോൾ എനിക്ക് ഇങ്ങനെ അങ്ങ് രോമകൂപങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരുമാതിരി അങ്ങ് ചുരിയും പിടിയൊരുമാതിരി വരുമല്ലോ, നമുക്ക് ഒരുമാതിരി പുളിപ്പ് അനുഭവപ്പെടുമല്ലോ ഗൈസ്, ആ സാധനം. ഓക്കെ, അപ്പൊ ഞാൻ പ്രൈമർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ പരിപാടിയിലോട്ട് പോവാണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു കൈലി കോസ്മെറ്റിക്സിന്റെ സ്കിൻ ടിന്റ് ആണ്. സോ ഗൈസ്, ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ അങ്ങനെ ഭയങ്കര ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്ന ആളായാലും എനിക്ക് അധികം ഇഷ്ടമല്ല. പക്ഷെ ഇതെനിക്ക് കൈലിയുടെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത സമയത്ത് സെഫോറയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കൈലിയുടെ ഞാൻ വാങ്ങിച്ചില്ല, വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചത്, ലിപ്സ്റ്റിക് തന്നെ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ സ്കിൻ ടിന്റ് സീരിയസ്ലി വാങ്ങിച്ച ഗൈസ്, ഞാൻ വാങ്ങിച്ചത് 3WN ആണ്, 3 വാം നാച്ചുറൽ ഓർ ന്യൂട്രൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. യൂസ് ചെയ്യണം, നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്കിൻ ടിന്റ് ബോബി ബ്രൗണിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് എക്സ്പെൻസീവ് ആണ്, ലക്ഷറി അങ്ങനെ. ബോബി ബ്രൗൺ യൂസ് ചെയ്തിട്ടുണ്ട്, ഫെൻഡി യൂസ് ചെയ്തിട്ടുണ്ട്, പലതും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര അടിപൊളി. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് വാങ്ങാൻ യൂസ് ചെയ്തു. പിന്നെ ഫൗണ്ടേഷനൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും നൈക്കിന്ന് ഫെൻഡി ഇത് കയ്യിൽ വാങ്ങാൻ നിൽക്കുന്നത്, ടിറേന്ന് വാങ്ങാം. ബിക്കോസ് ഇത് വാങ്ങിച്ചത് ഞാൻ നൈക്കി എന്നാണ്. അതിന് ശേഷം ഞാൻ ടിറേ നോക്കിയപ്പോൾ 1000 രൂപ വരെ കുറവുണ്ട് ഗൈസ്. അതായത് 3400 ഫൗണ്ടേഷൻ എങ്കിൽ 2300 രൂപയുള്ളൂ ടിറയിൽ. സോ ടിറയിൽ നോക്കാം, കാരണം ടിറ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ആപ്പ് ആയതുകൊണ്ടാണ് അത്ര ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ ജസ്റ്റ് കിൻഡിന്റെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ആവശ്യമുള്ളൂ, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ബ്രഷിന്റെ ഒന്നും ആവശ്യമില്ല, ബിക്കോസ് വി ഹാവ് എന്തിനും പോകുന്ന കൈയുള്ള സ്ഥിതിക്ക് നമുക്കിതൊന്ന് ഇതാ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് ഭയങ്കര കിടിലാവണത്. ഇതാ കണ്ട ഡിഫറൻസ് കണ്ട, ഭയങ്കര നാച്ചുറൽ ലുക്ക്. അതായത് ഞാൻ ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യണത്. ഞാൻ വിചാരിച്ചു ഇനി ഒന്നുകൂടെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഏകദേശം തീരാറായി. നമുക്ക് കൈ ഉണ്ടോ, ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഓക്കെ. പിന്നെ ബ്രഷ് നമുക്ക് വേണമെങ്കിൽ ഒരു പുന്നിനം പിടിച്ചാക്കാം. ആൻഡ് ഫെൻഡിയുടെ തന്നെ എവരുടെ തന്നെ ഒരു ബ്രഷ് ഉണ്ട്, അതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫെൻഡി ഇട്ട് കഴിഞ്ഞുള്ള ഉപയോഗം ഗൈസ്. ഭയങ്കര നാച്ചുറൽ ഫിനിഷും കിട്ടും, അടിപൊളിയാണ്. ഇത് ഇച്ചിരി കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. ഈ നഖം കയറിയേ ഇങ്ങനെ ഡ്രസ്സിൽ ഒരേമ്പോൾ ഒരുമാതിരിയാണ്. ബഫ് ചെയ്യാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇല്ല, സൂപ്പറായിട്ട് കിടന്നേനെ. എനിക്ക് ഇളക്കിയില്ലായിരുന്നു. ഇതിനിപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല ഹോളാണ്. ഇപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് ഇളക്കാം, സീനില്ല. അപ്പം ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടത്. വേറെ ഒന്നും ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോണ്. ഇത് ഷീ ഗ്ലാമിന്റെ ഐബ്രോ പെൻസിലാണ്. വാങ്ങിച്ചോ, കാരണം അത്ര അടിപൊളി സാധനമാണ്. ഇതാ കോലി കണക്കത്തെ ഒരു ഇച്ചിരി സാധനം തള്ളി വരും. അതാ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഭയങ്കര പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ് ഈ സാധനം. ഈ എന്തൊരു ടെൻഷൻ കാരണേ, ടെൻഷൻ ഉണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് അതല്ല ഇപ്പം ടെൻഷൻ. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കൊണ്ടുവരും ചായ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ നാണിക്കണം. എനിക്കിനി നാണമൊന്നും വരില്ല, ഞാൻ നാണോ മാനോ ഇല്ലാത്തൊരു ജന്തുവാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് നാണം വരും. ഞാനും മനുഷ്യരല്ലേ ഗൈസ്, ചില സമയത്തൊക്കെ എനിക്ക് നാണം വരെ. ഞാൻ മറ്റേ ഈ തൻ്റെ ഇടി അഹങ്കാരി റൗഡിയായിട്ട് നടന്നിട്ട് ഞാൻ എല്ലാവരും മുമ്പിലും അങ്ങനെ ഒരു, എനിക്കതാണ് ഇഷ്ടം. എനിക്കൊരാളും എന്തൊരു പാവം എന്ന് പറയണേക്കാളും എനിക്കിഷ്ടമുള്ളൊരു കാഞ്ഞ സാധനം പറയണം കേൾക്കാൻ. അതെന്തോ എനിക്കതാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒരു മുഖംമൂടിയിൽ നിൽക്കാൻ ഇഷ്ടം. എന്നെ ഏറ്റവും അറിയുന്നുള്ള ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എന്നെ ഏറ്റവും അറിയുന്നുള്ള ആൾക്കാർക്ക് മാത്രം ഞാൻ പാവമായിരുന്നാൽ മതി, ബാക്കി എല്ലാവർക്കും ഞാൻ റൗഡി ആയിരിക്കണം. കാരണം ആരും എൻ്റെ അടുത്തോട്ട് അധികം വരണ എനിക്കിഷ്ടമല്ല. വല്ലാത്തൊരു സൈക്കോ ആണ് ഗൈസ് ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് ഐബ്രോസ് ഫില്ല് ചെയ്ത് ഭയങ്കര നാച്ചുറലായിട്ട് കിട്ടും ഈ സാധനം. ഷീ ഗ്ലാമിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടം, ഭയങ്കര വേർത്തായിട്ടുള്ള സാധനം. നാച്ചുറൽ ലുക്കൊക്കെ ചെയ്യാണ്ടല്ല, ഭയങ്കര അടിപൊളി. പക്ഷെ എനിക്ക് ഈ ദിഗംബരൻ്റെ ഐബ്രോ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നെക്സ്റ്റ് ഞാൻ ചെറുതായിട്ടൊരു ഐ മേക്കപ്പ് ചെയ്യണേ, ചെറിയൊരു നാച്ചുറൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഹുഡയുടെ പാലറ്റ് ആണ്, കുറച്ചൊക്കെ പോയി കേട്ടാ. ജസ്റ്റ് മിനി പാലറ്റാണ്, ജസ്റ്റ് ഇങ്ങനെ ആക്കാം. ജസ്റ്റ് ഈ രണ്ട് കോർണറിലുള്ള ബ്രൗൺ ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇടണത്. അപ്പോൾ ഭയങ്കര ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇപ്പോഴേ പറയാം, എനിക്കിങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഐ മേക്കപ്പ് ഒന്നും ചെയ്യണ ആളല്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്കൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ, അതാണ് എനിക്കിഷ്ടം. സിമ്പിൾ. ഇപ്പം ഞാൻ ഇട്ടേക്കണ ലിപ്പിലെ ടിൻറ്റ് കണ്ട, ഇത് ഹിൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ടിൻറ്റാണ്. റോ കൊക്കാണ് ഷെയ്ഡ്. ഞാൻ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ കുറച്ച് മാത്രം തൊട്ട് വെച്ചേക്കണേ, ലൈറ്റ് ഉള്ള കളർ ഇട്ട്. ഇത് ഭയങ്കര അടിപൊളിയാണ്, അത് സൂപ്പറാണ്. ഓക്കെ, നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. അപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് ഡാർക്ക് ബ്രൗൺ ഇതിൽ നിന്ന് എടുക്കാനുണ്ട്. അതെടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ചെറുതായി വളരെ ചെറുതായിട്ട്, ഇൻ കേസ് നിങ്ങളിടുമ്പോൾ കൂടിയൊന്നും കുഴപ്പമില്ല, നിങ്ങളൊരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കാൻ തന്നെ കുറച്ചൊക്കെ അങ്ങ് പോകും. ഓക്കെ ഗൈസ്, സോ ഇത്രയാണ് എൻ്റെ ഐ മേക്കപ്പിൻ്റെ ലുക്ക്. നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് ഒരു ഐലൈനറാണ്. ഇനിതാ എടുത്തു വെച്ചേക്കണ ഐലൈനർ വന്നിട്ട് ഷീ ഗ്ലാമിൻ്റെ ആണ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചാണ്, പക്ഷെ ഭയങ്കര അടിപൊളി ഐലൈനർ. നമുക്ക് വിങ്ങൊക്കെ ചെയ്യാൻ ഭയങ്കര കിടിലമാണ്. വളരെ ചെറിയൊരു വിങ്ങ് ചെയ്യണമുള്ളേ. എന്നിട്ട് ഇവിടെ ഇന്നർ കോർണേഴ്സ് കുറച്ചിങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ എനിക്കിവിടെ ഒരു ഹമ്പ് പോലെ വരണത് ഭയങ്കര ഇഷ്ടമാണ്. സോ അവിടെ ഒരു ഹമ്പും. ഫൈനലി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കണ്ണെല്ലാം വരച്ചു. കുറച്ച് സമയം എടുക്കും. ഞാൻ കണ്ണ് വരയ്ക്കുമ്പോൾ സംസാരിക്കില്ല, കാരണം ഞാൻ സംസാരിക്കും, എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ ആക്കും ചില സമയത്ത്. അതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസമല്ല എൻ്റെ കണ്ണിനെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മസ്കാര വന്നിട്ട് ഷീ ഗ്ലാമിൻ്റെ തന്നെ മസ്കാരയാണ്. ഇത് ലെങ്ത് കൂട്ടാനും ഉണ്ട്, ഓളിയം കൂട്ടാനുണ്ട്. ഹുഡയുടെ ഒരു ടൈപ്പാണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ലെങ്ത് വയ്ക്കണം, എന്നിട്ട് വേണം നമ്മൾ ഓളിയം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വച്ചിട്ട് ഭയങ്കര അടിപൊളി മസ്കാര എന്ന് വെച്ചാൽ ഹുഡയുടെ ഈ സാധനത്തിനൊരു 2000 സംതിങ് ആവും. പക്ഷെ ഇത് അത്ര ഇല്ല റേറ്റ്, ഇത് 700-800 ഉള്ളൂ. ഇത്ര ഒരു അടിപൊളിയായിട്ട് ലെങ്ത് വെച്ച് കൊടുക്കാം. ആൻഡ് ഗൈസ്, എനിക്ക് ഫേക്ക് ലാഷ് വയ്ക്കണം എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹെവി, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ഫേക്ക് ലാഷ് ചെയ്യുന്നത്, എനിക്കിഷ്ടമല്ല വയ്ക്കണത്. എനിക്ക് മസ്കാരയിട്ട് ഇതങ്ങോട്ട് എടുക്കാനാണ് ഇഷ്ടം. ഓക്കെ ഗൈസ്, ഫൈനലി കണ്ണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്
നമ്മൾ എന്തോ ലെങ്ത് കൊടുക്കണം ചെയ്ത് ഇനി അടുത്ത വോളിയം കൊടുക്കണേണ് ചെയ്യാനുള്ളത്. നല്ല മസ്കാരയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നാച്ചുറൽ ആയിട്ട് കിട്ടും. മറ്റേ നമ്മുടെ ലാഷ് ഉണ്ടല്ല ഇങ്ങനെ ക്ലംസി ആകും, എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചൊരു മൂലയെ കൊണ്ടുവയ്ക്കൊന്നുമില്ല. ഓരോ ലാഷും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി വരണത്. ഗൈസ് നിങ്ങൾ ബിഫോർ ആഫ്റ്റർ നോക്കണം കേട്ടാ. കാരണം ഇതിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, തരണ ഡിഫറൻസ് ഭയങ്കര വർത്താണ് ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്രാൻഡിന്റെ ഒരു സാധനം പോലും എനിക്ക് അമ്പ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാം അത്ര വർത്ത് ആയിട്ടുള്ള സാധനമാണ്. സോ നമ്മൾ മസ്കാര ഇട്ട് ഞാൻ മറ്റേ ടൈറ്റ് ലൈൻ പോലും ചെയ്തില്ല, ഇങ്ങനെ അകത്ത് ചെയ്യുമല്ല, അതുപോലും ഞാൻ ചെയ്തില്ല. പക്ഷെ എനിക്ക് ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ണിൻ്റെത്. നെക്സ്റ്റ് വന്നിട്ട് മസ്കാരയാണ്. അത് അഗെയിൻ ഷീഗ്ലാമിന്റെ ഇണിച്ചില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഷീഗ്ലാമിന്റെ പ്രോഡക്ട്സ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പൊ ടിറയിലാണ് ഇപ്പൊ ഇത് ലൈക്ക് ഷീഗ്ലാം നൗ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ അതിന്റെ ഐബ്രോ വാങ്ങിച്ചു, മസ്കാര, ബ്ലഷ്, ലിപ്സ്റ്റിക്, ഒരു ലിപ് ടിന്റ് എൻ്റെ ഉണ്ട് ഷീഗ്ലാമിൻ്റെത്. ഇത് ഷെയ്ഡ് വന്നിട്ട് ലവ് കേക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഒരു ഭയങ്കര നാച്ചുറൽ പിങ്ക് ആണ്. ആൻഡ് ഇതൊരു കുഷൻ ആണ് കേട്ടാ. ഇത് ഭയങ്കര അടിപൊളിയാ. ഇങ്ങനെ ജസ്റ്റ് ചിരിക്കുക. കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ബ്ലഷ് ഇട്ടാൽ മതി. എന്നിട്ട് കൈയാണ് നമ്മളെ ആയുധം. സെറ്റ്. അത് നേരിട്ട് മേ ബി കുറച്ച് കളർ ക്യാമറയിൽ കൂടെ മേ ബി കുറച്ച് കളർ കുറവായിരിക്കും. പക്ഷെ നേരിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ പിങ്ക്, മറ്റെന്ത് പറയാ, സ്ട്രോബെറി കളർ, ഒരു സ്ട്രോബെറി കേക്കിന്റെ ഒക്കെ കളർ നേരിട്ട് ഈ സാധനം ഒമ്പോ ഭയങ്കര അടിപൊളി. ഗൈസ് ലിപ്സ്റ്റിക് വന്നിട്ട് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ടോസ്റ്റഡ് ബ്രൗൺ ആണ്. അതായത് സ്വിസ് ബ്യൂട്ടിയുടെ റോസ്റ്റഡ് ബ്രൗൺ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് വാങ്ങിച്ച് അത് ഏകദേശം തീരാറായി. അതുകൊണ്ട് ഞാൻ ടോസ്റ്റ്, ബിക്കോസ് ഇത് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്സിന്റെ ഇത്രയും ഫാൻ ആയിട്ടില്ല. ഉള്ള എല്ലാ എക്സ്പെൻസീവ് ലിപ്സ്റ്റിക് എല്ലാം മാറ്റിയിരിക്കണം. എനിക്ക് ഒന്നും വേണ്ട, എനിക്കിത് മാത്രം മതി എന്നുള്ള അവസ്ഥയിൽ. കാരണം ഭയങ്കര കംഫർട്ടബിൾ ആണ്. ലിപ്സിൽ ഡ്രൈ ആവൂല, ഒന്നും ആവൂല. സോ സൂപ്പറാണേ. ഇതാണ് ഗായ്സ് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ്. എനിക്കിത് എങ്ങനെ പറയണം, അമ്മാതിരി പൊളി ലിപ്സ്റ്റിക്. അതായത് റോസ്റ്റഡ് ബ്രൗണും ഉണ്ട്, ടോസ്റ്റഡ് ബ്രൗണും ഉണ്ട്. രണ്ടും വർത്താണ്. വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോ. ഞാൻ എത്ര എണ്ണം വാങ്ങിച്ചു വെച്ചേക്കണെന്ന് അറിയാമോ? അമ്മാതിരി ലിപ്സ്റ്റിക് ആണ്. അലൈനേഴ്സ് ഇട്ടേക്കണേ. ചിലപ്പോൾ ഇതിലൊരു കളർ വരും. ഓഫ്, എന്താ ഇത്, എന്തൊരു ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡ്. ചിലപ്പോൾ ഞാൻ ഒരു ന്യൂഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ രണ്ട് മൈൻഡ് നിൽക്കണം, ന്യൂഡ് ഇടണോ ഇതിടണോ എന്നുള്ളത്. ആൻഡ് ഇനി ആക്സസറീസ് കാണിച്ചു തരാം. ഞാനേ ഇത് ലൈക്ക് ഇതൊരു ബേജ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ മെറൂൺ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആണ് ഞാൻ സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചത്. സോ ഗൈസ് ഗ്രീന് പോവാം നമുക്ക്. പൊട്ട് മെറൂൺ അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റൈൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു ഗ്രീൻ, ബിക്കോസ് നമ്മളെയുള്ള ആക്സസറീസ് കമ്മൽ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതൊരു ഗ്രീൻ ഒരു ജുമുക്കയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഗ്രീൻ ഇട്ട് പോവാന്ന്. ആൻഡ് ഞാൻ നഖ ഇളക്കണതിൻ്റെ വേറെ റീസണോടെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ സദ്യയാണെന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇലയിൽ പരിപ്പും പപ്പടമൊക്കെ ഇങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ ഈ നഖമൊക്കെ വന്നിട്ട് ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് മെയിനായിട്ട് അങ്ങ് ഇളക്കാം. കൊള്ളായിരുന്നു സാധനം. പക്ഷെ തുണിയിൽ കയറി വലിയാണ്. അപ്പം എനിക്കൊരു ഭയങ്കര ഡിസ്റ്റർബാണ്. നിങ്ങൾക്കുണ്ടാകുന്നതിനോട് എനിക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പം എൻ്റെ നഖം എന്തെങ്കിലും ഇളവിയിരിക്കണമെന്ന് വെച്ചു പിന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ഇളക്കുന്നത് വരെ ഞാൻ വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഞാൻ വേറൊരു കാര്യം ചെയ്യില്ല. ഞാൻ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഒരാൾ കാര്യം പറഞ്ഞുകൊണ്ടാൽ നീ ഇത് ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം എനിക്കുണ്ട്. എനിക്ക് എല്ലാവർക്കും കാണും. പക്ഷെ അതൊന്ന് ഇതാക്കുന്നവരെ ഇങ്ങനെ ഇരിക്കും. സോ ഇതാണ് എൻ്റെ ഹെയർ. ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ. എനിക്ക് ആ ബ്ലഷൊക്കെ ഉണ്ടല്ല ഇങ്ങനെ അത്യുന്നതിയിൽ നിൽക്കുന്നു. സെറ്റിംഗ് സ്പ്രേ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം. സോ ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാനല്ല, ഞാൻ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഭയങ്കര നാച്ചുറൽ ഗ്ലോ കിട്ടും. മേക്കപ്പ് എന്ന് ലാസ്റ്റ് അങ്ങനെ ഞാൻ പറയാം. പക്ഷെ ഭയങ്കര ഒരു ഗ്ലോ കിട്ടും. കാരണം എനിക്കിപ്പം മേക്കപ്പ് ഇവിടെ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വേണ്ട, എനിക്കൊരു മേക്കപ്പ് ഞാൻ ഇടണമെന്ന് തോന്നി എനിക്കൊരു ഇട്ട് ഞാൻ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യണമെന്ന് എനിക്കില്ല. സോ ഈ ഒരു മിസ്റ്റ് കൂടെ അടിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ഗ്ലോ കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഐ ലവ് ദിസ് ലുക്ക്, യു നോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ കണ്ടിട്ട്. നിങ്ങളിതിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം.
ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയൊക്കെ നമ്മളൊക്കെ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സോ ഗൈസ്, ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് ഫോർ ഞാൻ ചായയും കൊണ്ടുപോണ പരിപാടിക്ക്. പിന്നെ പറയാനുള്ളത് കാര്യം വെച്ചാൽ എനിക്കിങ്ങനെ ടെൻഷനില്ല. എനിക്കിങ്ങനെ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവൻ എനിക്ക് ഇച്ചിരിയെങ്കിലും നാണം വരണേ. എനിക്കിപ്പോഴേ ചിരി പറഞ്ഞു ഞാൻ അത് കൊണ്ടു കൊടുക്കണം ആലോചിക്കുമ്പോഴത്തേക്ക്. അങ്ങനെയാണ് എല്ലാവരും തരുന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോഴേ നമുക്കൊരു പേടി വിറയിലൊക്കെ വരും. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ ഈ ടെൻഷൻ ആകുമ്പോൾ എനിക്ക് ബോധമില്ലാത്ത കാര്യമൊക്കെ എനിക്ക് എന്തിനാണ് പറയണമെന്നുള്ള എനിക്ക് ചില സമയത്ത് ബോധം കാണില്ല. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ ഞാൻ പ്രോഡക്റ്റ് ഇല്ലാണ്ട് ആകെ കൊടുത്തു. ഞാൻ ഡ്രസ്സും കൊടുത്തേക്കാമേ. ഡ്രസ്സും വാങ്ങണേ വാങ്ങിച്ചോട്ട് ഭയങ്കര അടിപൊളി ഡ്രസ്സും. സോ ഞാൻ പോയി പെണ്ണ് കണ്ടിട്ട് വരാം ഗൈസ്. ടാറ്റ ബൈ ബൈ.